നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അയർലൻഡിന് ഇന്ത്യക്കെതിരെ ചരിത്ര പരമ്പര. രണ്ടാമത്തെ 2020 മത്സരത്തിലും അയർലൻഡ് ജയിച്ചു. ഒരു ത്രില്ലറായിരുന്നു. ഒരൊറ്റ റണ്ണിനാണ് അയർലൻഡിൻ്റെ വിജയം. അത്യുജ്വലമായി കളിച്ച അയർലൻഡ് ഒരേ ഒരു റണ്ണിന് ഇന്ത്യ പരമാവധി പൊരുതി. പക്ഷേ ഒരു റണ്ണകലെ വെച്ച് അവർ വീണു. എന്തായാലും അയർലൻഡ് രണ്ട് 2020 മത്സരങ്ങളും പരമ്പരയിലെ രണ്ട് 2020 മത്സരങ്ങളും ജയിച്ച് പരമ്പര വിജയം ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു. ഈ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡ് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 154 റണ്ണാണ് എടുത്തത്. അതേസമയം ഇന്ത്യ 20 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 153 റൺ എടുക്കാനേ ഇന്ത്യക്ക് കഴിഞ്ഞുള്ളൂ. ഇന്ത്യക്ക് വേണ്ടി തിലക് വർമ്മ 55 റണ്ണ് എടുത്തത് ഒഴികെ വേറെ ആരും നന്നായി ബാറ്റ് ചെയ്തില്ല. ശിവൻ ദുബെ 20 റൺ എടുത്തു. അവസാനം വെച്ച് ഹർഷിത് റാണ 121-8 ഇന്ത്യ. പക്ഷെ അവസാനം വെച്ച ഹർഷിത് റാണയുടെ കടന്നാക്രമണം 21 റൺ എടുത്തു. ഹർഷിത് റാണ 10 പന്തിൽ 2 4 1 6. അത് ഇന്ത്യയെ ജയിപ്പിക്കുമെന്ന് തോന്നിയെങ്കിലും നടന്നില്ല. ഒരു റണ്ണ് കുറവോടുകൂടി ആ ഇന്നിങ്സ് അവസാനിച്ചു. നേരത്തെ അയർലൻഡിന് വേണ്ടി ഹാരി ടെക്ടർ ആദ്യം ബാറ്റ് ചെയ്ത അയർലൻഡിന് വേണ്ടി ഹാരി ടെക്ടർ 53 റൺ അടിച്ചു. തീർച്ചയായും അത് ഒരു മികച്ച ഇന്നിങ്സ് ആയിരുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നാണക്കേടാണ്. വലിയ നാണക്കേട്. ശ്രേയസ് അയ്യരുടെ ആദ്യത്തെ ക്യാപ്റ്റൻസി അരങ്ങേറ്റമായിരുന്നു ഈ പരമ്പര. 2 കളിയും തോറ്റ് ഇന്ത്യ വലിയ നാണക്കേടിലാണ് കളി അവസാനിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ ഈ കളിയിൽ ആദ്യ പന്തിൽ തന്നെ പുറത്താവുകയായിരുന്നു. 3 LBW ആക്കുകയായിരുന്നു സഞ്ജു സാംസനെ. എന്തായാലും ഇന്ത്യ തോറ്റിരിക്കുന്നു അയർലൻഡിനോട്. അയർലൻഡ് ചരിത്ര പരമ്പര നേടിയിരിക്കുന്നു.